ഗൈസ്, അപ്പം നമ്മളിന്ന് ഈ ഒരു തെറ്റി നടാൻ പോവുകയാണ് ഗൈസ്. അതിനുള്ള പെർഫെക്റ്റ് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെയാണ് നടാൻ തോന്നുന്നത്. അപ്പം എന്തായാലും നമുക്ക് നടാമേ. ഇത് ഏത് കളർ തെറ്റിയാണെന്ന് അറിയത്തില്ല. ഇത് ഒരു പള്ളിയിൽ നിന്നാണ് കിട്ടിയത്. നോക്കിയപ്പോൾ വേരുണ്ടായിരുന്ന തയ്യ്. ഇത് എനിക്ക് തോന്നുന്ന പിങ്ക് അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കാനാണ് ചാൻസ്. അപ്പം അവിടെ ഇഷ്ടം പോലെ ഈ തെറ്റികൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഈ തെറ്റി നടാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നേരെ കുഴിക്കുകയാണ് കൂട്ടുകാരെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ചെടി നടുന്നതൊക്കെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടാണ്. പിന്നെ ഈ പെറ്റ്സ് അതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തരണം. ഇത് പണ്ടത്തെ കല്ലൂരി രീതി. ഓക്കെ, ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പം കണ്ടറിയാം ഞാൻ ഇത് നട്ടിട്ട് വെള്ളമൊഴിക്കുകയോ ലക്ഷ്മി തിരി ഒരു വിധത്തിൽ വലുതാക്കി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ അനിയനും കൂടെ സഹായിക്കും കൂട്ടുകാരെ. എൻ്റെ അനിയൻ നല്ല അനിയനാണ് ഗൈസ്, സഹായിക്കുന്നതല്ല എന്നെ. ഇത്രയും നേരം പിണങ്ങിയിരിക്കുകയായിരുന്നു. കല്ല് കുത്തി ഇളക്കണം. പണ്ടത്തെ കല്ലല്ലേ? എല്ലായിട്ടും കുത്തി ഇളക്കാം. എന്തായാലും ഈ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടും, ലോങ് വീഡിയോ ആയിട്ട് ഇടും. അതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഇത് വേരാ ഇപ്പോൾ ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ അമ്മച്ചിയെ ഇത് കുത്തിയിട്ടും തീരാതായി തൊട്ടപ്പോൾ അങ്ങനെ ഏകദേശം കുറേ ആഴമുള്ള കുഴിയൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ പണ്ടത്തെ ഇതൊക്കെ ഉണ്ട്. ഇനി എന്തായാലും കൈ കൊണ്ട് തന്നെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഇനി ഒരു പണ്ടത്തെ ഇവിടെ കിടന്ന ഒരു കുപ്പി അടുത്ത ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ണ് മാറ്റലാണ് മാറ്റിയാടിയ ഉമ്മച്ചി വാരി എൻ്റെ അമ്മേ. അങ്ങനെ നല്ലായിരുന്ന ഒരു വിധത്തിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് കരിയിലിട്ട് കൊടുക്കാം. എൻ്റെ ഇത് കുടുങ്ങിയിരിക്കുന്നു. ഇനി കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇത് വലിയ കരിയിലായിട്ട് ഇനി തെറ്റി എന്തായാലും വെച്ച് കൊടുക്കാം. ഓക്കെ, മണ്ണിടാം. എന്തായാലും മണ്ണിട്ട് നല്ലതായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി എന്തായാലും ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ കരിയിലിട്ട കുപ്പി തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇതിനകത്തുള്ള കരിയിലേക്ക് കിണ്ടി തള്ളിയിട്ടിട്ട് എന്തായാലും വെള്ളം ഒഴിക്കാം. അപ്പോൾ എന്തായാലും പൈപ്പിൻ്റെ മൂട്ടി ചെയ്തുകൊണ്ട് ഇപ്പോൾ പാവലൊക്കെ പഴുത്തതിന് ശേഷം നമ്മൾ പാവലിൻ്റെ അപ്ഡേറ്റ്സ് ഇടാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ആദ്യം വെള്ളം തളിക്കാം. എന്തായാലും വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതിനൊക്കെ PVC പൈപ്പിൻ്റെ കട്ടിങ് ചുറ്റും അച്ചും കൂടെ കൊടുത്തു. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇനിയും വരും. അതുവരേക്കും. പിന്നെ ഇതെന്ത് മാവാണ് അടയത് ടോമേ? ഇത് മാവാ? അപ്പം പിന്നെ ഇത് ചേമ്പല്ലേ? ചേന. ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.